ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ ലാസ്റ്റ് വ്ളോഗാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഓണം ഷൂട്ടിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഈ ഒരു വ്ളോഗ് മാത്രം പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓണത്തിൻ്റെ 1-2 ലുക്സ് വീഡിയോസും മേക്കപ്പ് വീഡിയോസും ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു വെക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് പോരുന്നതിന് തലേദിവസം രാത്രിയാണ് കേട്ടോ ഇത് അടുക്കി പിറക്കുന്നത്. ഒരു 12 മണിയെങ്ങാണ്ടായി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുളിക്കാനൊക്കെ കയറിയ സമയം കൊണ്ട് ചേച്ചിയുടെ പെട്ടിയൊക്കെ വേഗം അടുക്കി വെച്ചു കേട്ടോ. ഞാൻ കുറേ നേരത്തെ വാരിയിട്ടത് കൊണ്ട് അടുക്കി പറക്കാനും കുറച്ച് സമയം എടുത്തു. അപ്പം അവിടുന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതേപോലെ പെട്ടിയിലേക്ക് ആക്കി അടുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എനിക്ക് ഓരോന്നിങ്ങനെ അടുക്കാനായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. ഞാൻ അടുക്കിയപ്പോഴത്തേനും കുറേ സ്പേസ് വേണ്ടി വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അടുക്കി കഴിഞ്ഞപ്പം അത്യാവശ്യം സ്പേസ് കുറവില്ല, എല്ലാം അടുക്കി പറക്കി വെച്ചു. ചേച്ചിയുടെ കുഞ്ഞു വെട്ടിയും എൻ്റെ ഒരു വലിയ വെട്ടിയായിരുന്നു കേട്ടോ. എൻ്റെ വലിയ വെട്ടി നിറച്ച സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കുറേ ഡ്രസ്സ് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ട്രൈപ്പോഡൊക്കെ ഒടിച്ച് മടക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. ശരിക്കും ഒരു അത്യാവശ്യം നല്ല ലഗേജിന് ഉണ്ടായിരുന്നു. 1.25 മണിക്കൂർ എടുത്ത് പാക്ക് ചെയ്ത് കിടന്നുറങ്ങി. പിറ്റേന്ന് വെളുപ്പിന് 6 മണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. 7 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിന്. എന്നിട്ട് ഞങ്ങൾ 6 ആയപ്പോഴാണ് എഴുന്നേറ്റത്. എല്ലാം എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ ആ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഓട്ടോ പിടിച്ച് ഊബർ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റ് തന്നെ നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് തലേ ദിവസമാണല്ലോ ടിക്കറ്റ് കൺഫേം ആയത്. ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ പോയിട്ട് തത്കാലം എടുത്തിട്ട് അങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് അത്യാവശ്യം ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടോ. കാരണം വെളുപ്പിനെ കയറിയത് കൊണ്ട് നല്ലോണം കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ റെയിൽവേയിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചു. ചേച്ചി ഉപ്പുമാവാണ് വാങ്ങിയത്. എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് വാങ്ങിയിട്ടോ. അപ്പോൾ സാധാരണ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ ചേച്ചി നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും കുറച്ച് വാങ്ങി. കറിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അതിനകത്ത് വെജിറ്റബിൾസും എന്തൊക്കെയോ ഇട്ടിട്ടുള്ള ഒരു ഉപ്പുമാവായിരുന്നു. ഭയങ്കര സോഫ്റ്റും ആയിരുന്നു. അവ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ട് വിശപ്പും പോയില്ല. ആകെ 2 ബ്രെഡ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിലും ഭേദം ഉപ്പുമാവായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം വയറ് നിറയാനും ഉണ്ട്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ നിന്നൊക്കെ ഇത്രയും നല്ല ഫുഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് എഗ് ബിരിയാണി അങ്ങനെ എന്തൊക്കെയോ. അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങാതിരിക്കുമായിരുന്നു. എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ട്രെയിനിന് കിട്ടിയൊരു കുട്ടിക്കുരുമയാണ് കേട്ടോ. ആള് ചേച്ചിയുടെ അടുത്ത് പെട്ടെന്ന് കമ്പനിയായി. ചേച്ചി പിന്നെ പിള്ളേരെ വളയ്ക്കാൻ ഭയങ്കര മിടിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ കൂപ്പിലുള്ള സകല പിള്ളേരും ചേച്ചി ഇവിടെ എത്തിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിലാണ് ആശാൻ ഇരുന്നത്. അതുകൊണ്ട് ആളെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂടെ കമ്പനിയാക്കി എടുത്തു ചേച്ചി. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും ഇപ്പുറത്ത് ആ ഒരു RACയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുവഴി പോയി മിഠായി വെക്കുന്ന ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളിത് ഈ ഒരു കടൽ മിഠായിയും എന്തൊക്കെയോ വാങ്ങിയത്, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ആശാനെ കൊണ്ടത് അൺബോക്സ് ചെയ്യിപ്പിക്കാം. ഇങ്ങോട്ട് വന്ന വഴിക്കാണെങ്കിൽ ഫുള്ള് ക്രേവിങ്സ് ആയിരുന്നു. കാരണം അവിടെ പോയിട്ട് നമ്മുടെ നാട്ടിലെ ഫുഡൊന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ പോയി എന്തൊക്കെയോ കഴിച്ച് മൊത്തത്തിൽ നാട്ടിൽ വന്നിച്ചിരി ചോറും മീൻകറിയും തിന്നാൻ പോയെന്നുള്ള അവസ്ഥയായി. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്കായിട്ട് ഇത് വാങ്ങിയത്. പക്ഷെ വായി വെച്ച് കഴിഞ്ഞപ്പം ഒരു ടേസ്റ്റില്ലെന്ന് മനസ്സിലായി. കടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ കടിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു വൃത്തിയായിട്ട് ടേസ്റ്റും എൻ്റെ മുഖത്തതാണ് ആ ഒരു റിയാക്ഷൻ വന്നത്. അത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ ഇത്രയും വലിയ റിയാക്ഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അത്രയ്ക്കും വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് പനവേലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് ആപ്പിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞത് ഒരു മലയാളി ഹോട്ടലുണ്ട്, അന്നപൂർണ്ണ എന്നാണ് പേരെന്ന് പറഞ്ഞിട്ട് ആളെ നമ്പർ തന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞു. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും സീറ്റ് നമ്പറും പറഞ്ഞ് നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കിവിടെ എത്തിച്ചേരും. അങ്ങനെ നമ്മൾ ചോറും അതുപോലെ തന്നെ പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ വാങ്ങിയത്. ചോറിൻ്റെ കൂടെ മീൻ വറുത്തില്ല കേട്ടോ. മീൻ വറുത്തത് നമ്മൾ എക്സ്ട്രാ വാങ്ങിയതാണ്. അപ്പം ചോറിന് ഏതാണ്ട് 100 രൂപയോ അത്രയും റേറ്റായി. പക്ഷെ എങ്കിലും മീൻകറി കൂട്ടി ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരാശ്വാസമായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് കേട്ടോ. നമുക്ക് പിന്നെ ഈ ഭാഗത്തൊന്നും അങ്ങനെ വേറെ നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്നെങ്കിലും ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാം. പിന്നെ വൈകുന്നേരം നമ്മളിരുന്നിട്ട് ബിസ്ക്കറ്റും ചായയും കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബീപ്പ് സൗണ്ട് അവിടെ കേൾക്കാൻ തുടങ്ങി കേട്ടോ. എന്തോ ഒരു സൈറൺ പോലെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് ഇതിനകത്ത് ഫയർ ഉണ്ടെന്ന് പറഞ്ഞ് അലേർട്ട് പറയുന്നതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് സ്മെല്ലും വരുന്നുണ്ട്. എന്തോ ഒരു കത്തിക്കരിഞ്ഞ് സ്മെല്ലും വരുന്നുണ്ട്. വേറെ സ്റ്റാഫിനെയൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് ആരാണ്ട് സിഗരറ്റ് വലിച്ചതാണ്. പക്ഷേ സിഗരറ്റിൻ്റെ മണം അല്ലായിരുന്നു വന്നത്. അപ്പോഴത്തേക്കും ആരാണ്ട് വന്ന് പുറത്തേ പറ്റി ആ മീറ്ററൊക്കെ ചെക്ക് ചെയ്തപ്പം എലി കയറി AC യുടെ
വയറ് കടിച്ചു കേട്ടോ. കുറച്ച് നേരത്തേക്ക് കുറച്ച് ചൂടുണ്ടായിരുന്നു. ആ ഒരു സ്മെല്ലൊക്കെ വന്നപ്പോൾ തന്നെ ആകെപ്പാടെ ടെൻഷനായി പോയി. ഭയങ്കര ടെൻഷനായിരുന്നു കുറച്ച് നേരം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞൊക്കെ നടക്കായിരുന്നു. നൈറ്റ് പിന്നെ നീ നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചിട്ട് നല്ലതായിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കേരളമൊന്നും റീച്ച് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയും സമയമുണ്ട്. നല്ല ഫാസ്റ്റിലാണ് ട്രെയിൻ ഇങ്ങോട്ട് പോരുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ആദ്യം കണ്ടത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. ചെറിയൊരു മഞ്ഞും അതുപോലെ തന്നെ നല്ലൊരു മഴയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബ് പ്ലേസ് ആയിരുന്നു കേട്ടോ. ഇറങ്ങിയാലോ എന്ന് വരെ ആലോചിച്ച് പോയി. ഇങ്ങോട്ട് പോയപ്പോഴും അതെ അങ്ങോട്ട് പോയപ്പോഴും അതെ ഒരുപാട് സ്ഥലം ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല രസമാണ് കാണാൻ, ഭയങ്കര പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയ്ക്ക് വരുമ്പം അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മഹാരാഷ്ട്രയിൽ കൂടെ ഇങ്ങനെ പകൽ ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോയ സമയത്ത്. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇനി എപ്പോഴെങ്കിലുമൊക്കെ വന്ന് നല്ലപോലെ ഒന്ന് കാണണം. രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചിട്ട് ഇവിടെ ഇരുന്നപ്പോഴത്തേനും നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി ജോയിൻ ചെയ്തു. ഈ മോളുടെ അനിയൻ കുഞ്ഞാവയാണ് കേട്ടോ. അപ്പുറത്തേക്ക് ഇരുന്ന് ഇന്നലെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങളങ്ങനെ എടുത്തൊന്നുമില്ല. സെക്കൻഡ് ഡേ ആയപ്പോൾ ഞങ്ങളുമായിട്ട് കുറച്ചുകൂടി കമ്പനിയായി. അപ്പോഴത്തേനും ഞങ്ങൾ അനിയനും കൂടി ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി. അവിടെ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. ചേച്ചി ഫുൾ ടൈം ഇവിടെയാണല്ലോ, എന്നാൽ പിന്നെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചേച്ചീനെ പിടിച്ച് കടിക്കുന്നുണ്ട്. ചേച്ചിക്ക് എന്നാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കുഞ്ഞാവ കടിച്ചെന്നൊന്നും പറഞ്ഞാലും മുടിയിൽ പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞാലും ചേച്ചി വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെയും ദയോടെ കിടന്നു കൊടുക്കുന്നുണ്ട്. ചേച്ചി പാവല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കയ്യിൽ നിന്നൊക്കെ പിടിച്ച് മാറ്റിയിട്ടു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം പിന്നെ ശ്രീ ചേച്ചിയുടെ അടുത്ത് പോയി. അവിടെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഈ സാധനം കടിക്കാൻ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു. ആ കുപ്പിക്ക് വേണ്ടിയിട്ടാണ് ആശാൻ അപ്പുറത്തോട്ട് ചാടിയത്. എന്നിട്ട് പിന്നെ കുറേ നേരം ചേച്ചിയുടെ കൂടെ ഇരുന്ന് കളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഫുഡ് വന്നു കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പുമാവ് വാങ്ങി. പക്ഷെ ഇന്നലത്തെ അത്ര ടേസ്റ്റ് ഉപ്പുമാവ് ഇല്ലെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഉപ്പുമാവ് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ്. പക്ഷെ ഇങ്ങനെ എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് വെള്ളമൊക്കെ കൂട്ടി ക്യാരറ്റും എന്തൊക്കെയോ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായി. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നത് ഭയങ്കര ഡ്രൈ ആണല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കളി കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ കളി തുടങ്ങി. ഞങ്ങളുടെ ഫുൾ പരിപാടി കളിയായിരുന്നു. വെച്ചാൽ ഫോൺ അധികം യൂസ് ചെയ്യാണ്ട് ഞങ്ങൾ മാക്സിമം ഇങ്ങോട്ട് വന്നപ്പം ഭയങ്കര കളിയും ചിരിയായിരുന്നു കേട്ടോ. അനിയൻ കുഞ്ഞ് പിന്നെ ഞങ്ങളുമായിട്ട് കമ്പനി ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ബഹളം വെക്കുന്നത് കേട്ടോ. പിന്നെ അമ്മമ്മേനെ കാണുമ്പോൾ അമ്മമ്മയുടെ അടുത്ത് തന്നെ പോകുന്നുണ്ട്. എന്നെക്കാളും കൂടുതൽ ചേച്ചിയായിട്ടായിരുന്നു കമ്പനി. ചേച്ചിയും ആളും കൂടി ഇരുന്നിട്ട് കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് ആശാൻ എൻ്റെ അടുത്ത് നല്ല കമ്പനി ആയത്. അവരപ്പോൾ ഷൊർണൂർ വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഷൊർണൂർ ആയപ്പോഴത്തേക്കും ആശാൻ ബാഗൊക്കെ എടുത്തിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. പിന്നത്തേന് ഞങ്ങൾ രണ്ടാളും അവിടെ പോസ്റ്റായി. അത്രയും നേരം പോകിൽ ഫുൾ ഒച്ചബഹളായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരുന്നു, വർത്തമാനം പറഞ്ഞിരുന്നു. അതുവരെ നന്നായിട്ട് സമയം പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സമയവും പോകുന്നില്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നായി. നല്ല ടയേർഡായപ്പോഴത്തേക്കും അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്കും കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഒന്ന് മനുഷ്യക്കോലത്തിലായി. നല്ല കൂറ കോലത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി മുഖമൊക്കെ ഒന്ന് കഴിക്കുമ്പോഴത്തേനും ഫുൾ സെറ്റായി. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇറങ്ങിയത്. വന്നിറങ്ങിയ പാടെ ഭയങ്കര വിശപ്പായിരുന്നു. വിശപ്പെന്ന് പറയുന്നതിന് കഴിഞ്ഞും ഒരുമാതിരി തിന്നാതെ കിടന്നിട്ട് ഇവിടെ ഒന്ന് ഇച്ചിരി ചോറും മീൻകറിയും ഉണ്ടായോ എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വനീത്തിനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവൾ ഇവിടെ തറവാട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗൂഗിളൊക്കെ ഇട്ട ഒരു ഓട്ടോയിലൊക്കെ കയറി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറും കുറേ കറികളൊക്കെ അവിടെ നിന്നുണ്ട്. അതുകൂടാതെ പിന്നെ നോൺ വെജിൽ മീൻ, കൊഞ്ച്, ചിക്കൻ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറൊക്കെ തന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ആ ഒരു വണ്ടിയായിട്ട് വരും. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആകെപ്പാട് കൺഫ്യൂഷനാണ് ഏതെടുക്കണം എന്നുള്ളത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്ത് വാങ്ങണമെന്ന് ഡൗട്ടായിരുന്നു. എനിക്ക് കക്ക കഴിക്കണമെന്നുണ്ടായിരുന്നു, മീൻ വറുത്ത വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് കൊഞ്ചിൽ കയറി പിടിച്ചും. കുറേ നാളായി കൊഞ്ച് കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ കൊഞ്ച് വാങ്ങി, ചേച്ചി നെയ്മീൻ കറിയും വാങ്ങിയിട്ടും. അപ്പോൾ അതും കൂടെ കൂട്ടി കഴിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു കൊഞ്ചിൻ്റെ ടേസ്റ്റ്. അതുപോലെ ചോറും ഇച്ചിരി പരിപ്പറിയും കൂട്ടി ചോറും കഴിഞ്ഞപ്പം എന്താ ടേസ്റ്റ്, സ്വർഗം കണ്ടുപോലെയായിരുന്നു. ശരിക്കും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാവുന്നത്. ചിലപ്പോൾ നമ്മൾ കഴിച്ച് ശീലിച്ചതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയിട്ടും. അപ്പോൾ വീട്ടിലേക്ക് പിള്ളേർക്ക് ഒന്നുണ്ട് കളിപ്പാട്ടൊക്കെ വാങ്ങണമായിരുന്നു. ഗുജറാത്തിൽ അങ്ങനെ പിള്ളേർക്കുള്ള ഐറ്റംസൊന്നും നമ്മൾ കുറേ കണ്ടൊന്നുമില്ല. പിന്നെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ആ ഒരു പെട്ടി ചുമന്ന് ഇങ്ങോട്ട്
വരുന്നതിലും ഭേദം ഇവിടെ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളവിടെ ക്ലോക്ക് റൂമിൽ പെട്ടിയൊക്കെ വെച്ചിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്തെടുക്കണമെന്ന് ആകെ കൺഫ്യൂഷനായി. അതുപോലെ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. ഞാനിങ്ങനെ ലേഡീസ് സ്റ്റോറിലൊക്കെ കളിപ്പാട്ടം ഇരിക്കുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കളിപ്പാട്ടത്തിൻ്റെ കടയിലായിട്ട് കയറിയിട്ടില്ല. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കളിപ്പാട്ടങ്ങളുടെ ജാഗ്രതയാണ്. ഇതിനകത്ത് എന്ത് വാങ്ങണമെന്ന് എങ്ങനെ എടുക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നു, ഒരു ചേച്ചി മറ്റേ മീൻ പിടിക്കുന്ന സാധനമില്ലേ അതിങ്ങനെ കണ്ടു കിട്ടും. ഇങ്ങനെ മീൻ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി എടുക്കുന്ന എന്താ പറയുക, ഫിഷിംഗ് ഗെയിമോ അങ്ങനെ എന്താ സംഭവം. പിന്നെ ഒരു കൊച്ചിരുന്ന ട്രെയിൻ കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും ഒരു ട്രെയിൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടതിൽ എനിക്കത് ഇഷ്ടമായി. അങ്ങനത്തെ ഞാൻ പണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. സിധുവിനും മാളുവിനും ഒരു ബാറ്റും ബോളും വാങ്ങി. പിന്നെ ഞങ്ങൾ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ ഫ്രഷ് ആവാൻ വേണ്ടി പോയപ്പോൾ കണ്ട നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. ചേച്ചി കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ പരിചയപ്പെട്ടതാണ്. കുറച്ച് നേരം ആളുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീടെത്തിയപ്പോഴാണ് ഒന്ന് മനസമാധാനമായത്. ഇതുവരെ ലൈഫിൽ പോയിട്ടുള്ളതിൽ വെച്ചിട്ടാണ് ബെസ്റ്റ് ട്രിപ്പാണ്. ഞാൻ ഓർത്തിരിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ തന്നതാണ്. അതും എൻ്റെ സെക്കൻഡ് ഗേൾസ് ട്രിപ്പാണ്. അതും ശ്രീ ചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് എന്താണെന്ന് അറിയില്ല, ചേച്ചിയുടെ കൂടെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ വീട് മിസ് ചെയ്തിട്ടേ ഇല്ല. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ മെമ്മറീസ് ഉണ്ടാക്കി. അതുപോലെ തന്നെ നല്ലപോലെ എൻജോയ് ചെയ്തു. ഗുജറാത്ത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത സ്ഥലമായിട്ട് പോലും ചേച്ചിയുടെ കൂടെ പോയതുകൊണ്ടാണെന്നറിയില്ല ആ ഒരു ട്രിപ്പ് എനിക്ക് ലൈഫിൽ മറക്കാനേ പറ്റുന്നില്ല. ഇപ്പോഴും തിരിച്ചങ്ങോട്ട് പോയാലൊന്നും ആലോചിക്കും. അത്രയും നല്ല ഓർമ്മകളാണ് അവിടെ പോയിട്ട് കിട്ടിയത്. അപ്പോൾ വീട്ടിൽ വന്ന പാടതേ വീട്ടിലെ ഏറ്റവും കുഞ്ഞുവാവയാണ് ഇതൊക്കെ അൺബോക്സ് ചെയ്തത്. ചേട്ടായിക്ക് പിന്നെ കളിപ്പാട്ടം അങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആശാൻ പിള്ളേർക്ക് പോലും കൊടുക്കത്തില്ല. അതവിടെ ഇരുന്ന് അൺബോക്സിങ് ആയിരിക്കും. അപ്പോൾ ശ്രീകുട്ടൻ പന്തും ഇതുമൊക്കെ ആയിട്ട് നടപ്പുണ്ട്, ബാറ്റും ഒക്കെ ആയിട്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആശാൻ അതൊന്ന് താഴെ വെക്കത്തുള്ളൂ. അവന് വാങ്ങിച്ചു കൊടുത്താൽ അവന് വേണ്ട, അവൻ ആ പന്ത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. സിദ്ധു ആണെങ്കിൽ നേരെ തിരിച്ചും ആശാന് ഈ സാധനം വേണം. അങ്ങനെ അവൻ ഇവിടെ ചേട്ടായുടെ കൂടി ഇരിപ്പുണ്ട്. അവ ചേട്ടാ എനിക്ക് ആ പാലമൊക്കെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പിള്ളേരെ കൊണ്ട് പിടിപ്പിക്കാൻ പോലും ആശാൻ മിക്കവാറും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പിള്ളേരുടെ കളിപ്പാട്ട സാധനമൊക്കെ. ഇവിടെ ഞങ്ങൾ എന്ത് പിള്ളേർക്ക് വാങ്ങിച്ചാലും ചേട്ടായിരിക്കും അതിൻ്റെ ഇങ്ങനത്തെ അറ്റകുറ്റപ്പണികളും അതിൻ്റെ ഫസ്റ്റ് പൊട്ടിക്കുന്നതും ഒക്കെ. അങ്ങനെ മൂന്നാളും ചുറ്റും കൂടി ഇരുന്ന് നോക്കുന്നുണ്ട്. ആ സാധനം ഇങ്ങനെ പാളത്തിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓണാക്കി കൊടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്ന കാണാം. പക്ഷേ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. സ്പീഡ് കാരണം ഇടയ്ക്ക് പാലം തെറ്റി പോകുന്നുണ്ടായിരുന്നു. ട്രെയിൻ വന്നപ്പോഴേ പാലം തെറ്റിലാണ്. ശ്രീകുട്ടന് പക്ഷേ അത് വലിയ കാര്യമായിട്ട് അതിനകത്ത് വെച്ച് ഓടിക്കാൻ അറിയില്ല കേട്ടോ. അവൻ പാലം തെറ്റിച്ചൊക്കെയാണ് വെക്കുന്നത്. നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ ആശാൻ കണ്ടുകൊണ്ടിരുന്നോളും. അപ്പോൾ അതാ ചേട്ടായി അങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് പാലം തെറ്റുന്നാറും ഇങ്ങനെ നീളത്തിൽ വെച്ച് കിട്ടും. നീളത്തിൽ വെച്ചപ്പം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ വെച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി. കുറച്ചുകൂടെ പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ തരണം ഭംഗിയായിരുന്നു. പക്ഷേ വീടിനകത്ത് ഫുള്ള് സ്ഥലം വേണമെന്നേ ഉള്ളൂ. അങ്ങനെ അത് വെച്ച് കുറേ നേരം കളി കഴിഞ്ഞ് ഞാനും മാളും കൂടെ പിന്നെ പന്തും ബാറ്റും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം പുറത്തിറങ്ങണ്ടായെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കാറ്റ് കാരണം പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. പിന്നെ കുറേ നാളായി ഇതൊക്കെ കളിച്ചിട്ട്, അതുകൊണ്ട് അടിച്ചിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് ഞങ്ങൾ ഷട്ടിലൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും മാളും കുറേ നേരം കളിച്ചു. ഇടയ്ക്ക് ശരിയാവും, ഇടയ്ക്ക് ശരിയാവത്തില്ല. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മടുത്തിട്ട് നിർത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.